നമസ്കാരം. മിഷൻ 24 വാർത്തകളിലേക്ക് സ്വാഗതം. കാവിലുംപാറ പഞ്ചായത്തിലെ പൊയിലോഞ്ചാൽ പുത്തൻപീടികയിൽ കടത്തലക്കുന്നിൽ ആന്റണിയുടെ കാർഷിക വിളകൾ കാട്ടാന ചവിട്ടിമെതിച്ചും പിഴുതെറിഞ്ഞും നശിപ്പിച്ചു. കഴിഞ്ഞ ദിവസമാണ് സംഭവം. കുല പൊട്ടിയതും കുലച്ചതുമായ 100ഓളം വാഴകൾ, വിളഞ്ഞു നിൽക്കുന്ന കൊക്കോ, കുരുമുളക് വള്ളികൾ, ജാതി, ഗ്രാമ്പുചെടികൾ, പ്ലാവ്, ഇദ്ദേഹത്തിന്റെ താമസ സ്ഥലത്തെ വീട്ടുപകരണങ്ങളെല്ലാം തന്നെ നശിപ്പിക്കുകയും കുടിവെള്ള കിണറിൽ അവശിഷ്ട ചെടികളും മറ്റും വലിച്ചെറിഞ്ഞ് ഉപയോഗശൂന്യമാക്കുകയുമായിരുന്നു. ഒരു പ്രാവശ്യം നഷ്ടപരിഹാരത്തിന് ഞാൻ കൊടുത്തിട്ട് എനിക്ക് ആകെ കിട്ടിയിരിക്കുന്ന ഒറ്റ പ്രാവശ്യമാണ്. അത് നിസ്സാരമായൊരു പൈസ 9,000 രൂപ. 32 തൈ, ചൂട് തിരിഞ്ഞ തൈ ഇവിടെ പറിച്ച് നശിപ്പിച്ചിട്ട് അത് കണ്ടിട്ട് പോയതാണ്. കാർഷിക വൃത്തി കൊണ്ട് മാത്രം ജീവിതം തള്ളി നീക്കുന്ന ഇദ്ദേഹം കാട്ടാന ശല്യത്തിൽ നിന്നും രക്ഷിക്കണം എന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ എത്തിച്ചിരുന്നു. നാളിതുവരെ ശാശ്വത നടപടികൾ ആരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെന്നാണ് ഇദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ വേനൽക്കാലത്തും കാട്ടാന ഇദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ എത്തി കാർഷിക വിളകൾ നശിപ്പിച്ചിരുന്നു. ഏകദേശം 1 ലക്ഷത്തിൽ പരം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി ആന്റണി പറഞ്ഞു. കുറ്റ്യാടി പരിസര മലയോര പ്രദേശത്തെ കർഷകർ ഏറെ പ്രതിസന്ധിയിലാണ്. ഇത്തരമൊരു അവസ്ഥയിലാണ് കൃഷിയെ ജീവിതമാക്കിയ ആന്റണിയുടെ കാർഷിക വിളകൾ കാട്ടാന നശിപ്പിക്കുന്നത്. ആശങ്കയോടെ കഴിയുന്ന മലയോര ജനതയെ രക്ഷിക്കാൻ സർക്കാർ അടിയന്തരമായി ശ്രദ്ധ ചെലുത്തണമെന്ന് കാവിലുംപാറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് OT ഷാജി പറഞ്ഞു. കാവിലുംപാറ ഗ്രാമപഞ്ചായത്തിലെ കിഴക്കൻ മലയോര പ്രദേശമായ 5-ാം വാർഡിൽ പുത്തൻപീടിക എന്ന് പറയപ്പെടുന്ന പ്രദേശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ എല്ലാ കൊല്ലവും കാട്ടാന ഇറങ്ങി കൃഷികൾ നശിപ്പിക്കുന്ന എല്ലാ കൊല്ലവും കൃഷികൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ളത് കടത്തലക്കുന്നിൽ ആന്റണി എന്ന് പറയപ്പെടുന്ന ആളുടെ കൃഷിഭൂമിയിലാണ്. ഇന്നലെ കാട്ടാനക്കൂട്ടം ഇവിടെ ഇറങ്ങി ഇദ്ദേഹത്തിൻ്റെ ജാതിയും തെങ്ങും വാഴക്കൂട്ടങ്ങളും കൊക്കോയും ഉൾപ്പെടെയുള്ള എല്ലാ കാർഷിക വിളകളും നശിപ്പിച്ചിരിക്കുകയാണ്. ഇതിനെതിരെ നിരന്തരമായി ഞങ്ങൾ ഇവിടെ ഫെൻസിങ് വേണം, ഇവിടെ കാട്ടാനെ കാട്ടിൽ സംരക്ഷിക്കണം, അതിനാവശ്യമായ തീറ്റയും വെള്ളവും കാട്ടിൽ തന്നെ കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടാകണമെന്ന് ഗവൺമെൻറ്റിനോ ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഈ മലയോര മേഖലയിൽ, ഈ പുത്തൻപീടിക എന്ന് പറയപ്പെടുന്ന മലയോര മേഖലയിൽ നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നതാണ്. എല്ലാ കൊല്ലവും അവരുടെ കൃഷിയിടത്തിൽ കാട്ടാന ഇറങ്ങി അവരുടെ കൃഷി നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിനൊരു അറുതി വരുത്താണ്ട്, ഇതിനൊരു അറുതി ഉണ്ടാകുന്നത് വരെ ഇവിടെ സമരമുഖത്തായിരിക്കും ഈ നാട്ടിലെ ജനങ്ങൾ എന്നുകൂടി ഓർപ്പിക്കുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്.